ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു ചങ്ക് നാട്ടിൽ പോവാണ്. ചങ്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ഡ്രൈവറാണ്, 2 വർഷമായി വന്നിട്ട്. ഇപ്പോൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോവാണ്. അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ പോകാൻ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് പുള്ളിക്കാരൻ ഈ 2 വർഷം കഴിഞ്ഞ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. റിയാദിലായിരുന്നു ആദ്യം. റിയാദിലൊരു 4-5 വർഷം വർക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടിൽ പോയി. അവിടുന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയായിരുന്നു റിയാദിലുണ്ടായിരുന്നത്. റിയാദിലും ഹൗസ് ഡ്രൈവറായിരുന്നു അവന്. അങ്ങനെ അവിടുന്ന് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയതാണ്. അങ്ങനെ നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മളൊരു ജോലി എടുക്കുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും, ഈ ജോലിയിൽ നിന്ന് ഒഴിവായാൽ അവർ വിസ തരും, ഇവർ വിസ തരും, അവിടെ വിസ ഉണ്ടാവും, ഇവിടെ വിസ ഉണ്ടാവും, നാട്ടിലെത്തിയാൽ അവിടെ വിസ ഉണ്ടാവും, നാട്ടിലെത്തിയാൽ മതി ദുബായിൽ നിന്ന് വിസ അയച്ചു തരും, അല്ലെങ്കിൽ കുവൈത്തിൽ നിന്ന് വിസ അയച്ചു തരും എന്നുള്ള ഒരുപാട് ഓഫറുകളുണ്ടാവും. പക്ഷെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജോലി കളഞ്ഞിട്ട് നാട്ടിലെത്തി വെക്കണം. ഈ പറഞ്ഞൊരു വിസയും ഉണ്ടാവില്ല, ഈ പറഞ്ഞ ഒരാളുണ്ടാവില്ല. അതുപോലെ ഒരു സിറ്റുവേഷനായിരുന്നു പുള്ളിക്ക്. 4 വർഷം ജോലി ചെയ്ത് റിയാദിൽ ജോലി ചെയ്ത് നാട്ടിൽ പോയി കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടങ്ങളായപ്പോൾ പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പിന്നെ ഒരുപാട് ജോലി അന്വേഷിച്ചു, ഒരുപാട് വിസകൾ അന്വേഷിച്ചു, ഒന്നും സെറ്റായില്ല. അവസാനം ഏതൊരു പിന്നെ ട്രാവൽസ് ഏജൻറ്റ് വഴി കിട്ടിയൊരു വിസയാണിത്. അതിന് വിസക്ക് മാത്രം 60,000 രൂപ കൊടുത്തു. പിന്നെ അതിൻ്റെ എന്താ പറയുക, മെഡിക്കൽ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവൻ സ്വന്തമായിട്ട് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഈ ജോലിക്ക് വന്നത്. ഇപ്പോൾ എക്സിറ്റ് അടിച്ച് ഒഴിവാക്കി പോകുന്ന ജോലിക്ക് വന്നത്. അപ്പോൾ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരിക്കലും ഏജൻറ്റുമാരുടെ കയ്യിലൊന്നോ അല്ലെങ്കിൽ ട്രാവൽസുകാരുടെ കയ്യിലൊന്നോ ഹൗസ് ഡ്രൈവേഴ്സ് എടുത്തുകൊണ്ട് വരരുതെന്ന്. കാരണം അവർക്ക് നമ്മളെ കൊണ്ടുവരുന്ന വരുന്ന വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ ജോലിയെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മളെ അടുത്തറിയുന്ന ആളുകളുടെ കയ്യിൽ നിന്നോ അതുപോലെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വിസ മേടിച്ചാൽ അവർക്ക് ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 40% കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീടിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെ അറിയാം. നമ്മളൊരു ട്രാവൽസിൽ നിന്ന് അല്ലെങ്കിൽ ഏജൻറ്റിൽ നിന്ന് കയ്യിൽ നിന്നൊക്കെ വിസ വാങ്ങുമ്പോൾ ഭയങ്കര വിഷയമാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയുണ്ടാവില്ല. നമ്മളിവിടെ വന്നതിന് ശേഷം ആകെ പെടും. അങ്ങനെ അതുപോലെ പെട്ട അവസ്ഥയായിരുന്നു അവന് 60,000 രൂപ വിസക്ക് കൊടുത്ത്, ടിക്കറ്റ് അവനെടുത്ത്, മെഡിക്കൽ അവനെടുത്ത് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അവൻ്റെ റൂം ഭയങ്കര മോശമായിട്ടുള്ള റൂം. ഞാൻ പോയി കണ്ടതാണ്. ഒരു വളരെ ഇടുങ്ങിയ റൂം, ചെറിയ റൂം. അതുപോലെ അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവില്ലാത്ത ഓട്ടം ഒഴിവില്ലാത്ത ഓട്ടം. എപ്പോൾ വിളിക്കുമ്പോഴും അവൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. എപ്പോഴേലും ഒരു ഒഴിവുണ്ടാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാണലുണ്ട്. അപ്പോൾ അവനിങ്ങനെ സംസാരിക്കും കാര്യങ്ങളൊക്കെ. കടങ്ങളും വീടാൻ വേണ്ടിയിട്ട് 2 വർഷം പിടിച്ചു നിന്നതാണ്. ഒരു മാഡം, അതിൻ്റെ 5 പെൺമക്കളും. ഈ 5 പെൺമക്കളിൽ 5ഉം ഓരോ സ്ഥലത്താണ് പഠിക്കുന്നത്. ഈ മാഡത്തിന് ജോലിയുണ്ട്. അപ്പോൾ ഈ മാഡത്തിനെ കൊണ്ടാക്കണം. ഈ 5 പെൺമക്കളെ ഓരോ സ്ഥലത്ത് ഓരോ പിന്നെ ഏരിയയിലാണ് മദ്രസ സ്കൂളും കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ കൊണ്ടാക്കി വരുമ്പോഴത്തിന് പിന്നെ ഓരോരുത്തരെ റിട്ടേൺ എടുക്കാനായി. അതുപോലെ മാഡത്തിനെ കൊണ്ടുവരാനുള്ള സമയമായി. അതിനിടയിൽ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓൻ പറയാൻ ബാത്റൂമിൽ പോകാനും കൂടെ സമയം ഉണ്ടാവില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടു. മൊബൈലിൻ്റെ റിങ്ങിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഹൗസ് ഡ്രൈവർമാരാണെന്ന്. സംഗതി ശരിയാണ്. ഇത്തരം ആളുകളുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ, കാരണം അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോൺ ബെല്ലടിക്കുമ്പോൾ അവനക്ക് ബേജാറാണ്. കാരണം എപ്പോഴേലും ഒരു ചെറിയ ടൈമൊക്കെ കിട്ടുള്ളൂ പിന്നെ ഭക്ഷണം കഴിക്കാൻ, അതുപോലെ അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഏത് സമയവും ഈ മൊബൈൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മൊബൈൽ ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ അവനക്ക് ഭയങ്കര ബേജാറാണ്. കാരണം ഭയങ്കര ചൊറയും കാര്യങ്ങളുമാണ്. അത് വേറെ വിഷയം. ഒന്നാമത് ഈ ജോലിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊന്ന്. അതിൻ്റെ ഇടയിൽ പിന്നെ ഓരോ വിഷയങ്ങളും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത്ര വലിയ നല്ല വീട്ടുകാരൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ എന്ത് ചെയ്താലും പിന്നെ കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ചൊറയുള്ളൊരു വീടായിരുന്നു.
അതുപോലെ രാത്രി 1 മണി 2 മണി 3 മണി വരെയൊക്കെ ഓട്ടമുള്ള ദിവസങ്ങളുണ്ടാവും. മിക്കവാറും അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളായിരുന്നു അത്ര അവനുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും കടങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവന് 2 വർഷം പിടിച്ചു നിന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ 2 വിഷയങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ഇതുപോലെയുള്ള ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്നും വിസ എടുത്തുകൊണ്ട് വരാതിരിക്കുക, പ്രത്യേകിച്ച് ഹൗസ് ടൂർ വിസ. മറ്റുള്ള വിസകളെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷേ എന്നാലും ഞാൻ ഈ ഒരു മേഖലയിൽ ഞാൻ പണിയെടുത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരാതിരിക്കുക. പിന്നെ രണ്ടാമത്, നമ്മളിപ്പോൾ ഓൾറെഡി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ജോലിയാണ് നമ്മളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് പിന്നെ വിട്ടിട്ട് പോവാതിരിക്കുക. വേറൊരു ജോലി ആയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ എടുക്കുന്ന ജോലി പിന്നെ ഒഴിവാക്കിയിട്ട് പോവുക. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ചെറിയ ജോബ് ഓഫർ പിന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ കണ്ടാൽ പോലും പിന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ആ ജോലിക്കും വേണ്ടിയിട്ട് പിന്നെ മെസ്സേജ് അയക്കുന്നതും ചെയ്യണതൊക്കെ, വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ജോലി ഇല്ലാതെ പിന്നെ നെട്ടോട്ടം തിരിയുന്നുണ്ട്, നാട്ടിലാണെങ്കിലും. പിന്നെ ഞാനിപ്പോൾ പറയുന്നത് സൗദി അറേബ്യയുടെ കാര്യം, ഇവിടുത്തെ കാര്യമാണ്. ഈ സൗദിയിലാണെങ്കിലും പിന്നെ ജോലി അന്വേഷിച്ച് വിസക്ക് വന്നവർ ജോലി ലഭിക്കാതെ ഒരുപാട് പേര് റൂമിലിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയും ശമ്പളമുള്ള ജോലി, ചൊറയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജോലി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് വിടണമെങ്കിൽ വേറൊരു ജോലി ആയതിനു ശേഷം മാത്രം നിങ്ങൾ ആ ജോലി വിടുക. കാരണം ഇപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഏതായാലും പുള്ളി നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ പോയി 2 വർഷം ഭയങ്കര വിഷയത്തിലായിരുന്നു. അപ്പോൾ ഈ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്നൊക്കെ ഇത്തരം വീടുകളിലേക്ക് ഡ്രൈവർ വിസക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.